അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനു. വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു കൊച്ചു സൽക്കാരത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നല്ല ഗോൾഡൻ നിറത്തിൽ തന്നെ നമ്മൾ സവാളയൊക്കെ സൂപ്പർ ആക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന പണികളാണ് നമ്മൾ സവാള ഫ്രൈ ആക്കി എടുക്കാനും അരി വേവിച്ച് കിട്ടാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാനും. ആ രണ്ട് പണികളും നേരത്തെ കാലത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് ടപ്പേന്ന് ബിരിയാണിയൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോ ഒരു 7 കിലോ ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. പക്ഷേ ഇതിന്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. ഇതുപോലത്തെ ബിരിയാണി ഞാനിവിടെ മുന്നേ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ അരിക്കുട്ടന്മാരെ കട്ട പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും കേട്ടോ. അപ്പൊ അരി ഇടുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി, സോറി കേട്ടോ. അപ്പൊ നമ്മളൊരു 3-4 വേവിലാണ് നമ്മൾ എന്താക്കുന്നത്, അരി വാർത്തെടുക്കുന്നത്. കാരണം ഒരേ വേവിൽ നമുക്ക് ആയി കിട്ടണമെങ്കിൽ നമ്മൾ അടിയിലേക്ക് ഒന്നും നല്ല വേവിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നീട് ഞാൻ മസാല ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു നനഞ്ഞ തുണി ഞാൻ എന്താക്കി ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ അരിയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലാണ് ഞാൻ ദം ഇടുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിരിയാണി നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബിരിയാണി എങ്ങനെ വെക്കാമെന്ന് കാണാം കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സാധാരണ വീഡിയോ എടുക്കുന്ന ഫോണിലല്ല ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. കാക്കു രാവിലെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാനുള്ള ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഉമ്മൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ക്ലിയർ കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നൊന്ന് ക്ഷമിച്ചേക്ക്. അപ്പൊ ഞാൻ പിന്നെ എന്താക്കിക്കണം, നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മാക്കി കൊടുത്ത് അടിയിലുള്ള വിറകിന്റെ കണലൊക്കെ ഇങ്ങോട്ടേക്കും മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ചിരട്ട് വെച്ചിട്ടാണ് കേട്ടോ ആവി വരിക്കുന്നത്. നമ്മുടെ സൂപ്പർ ആയിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, സ്മെല്ല് കണ്ടിട്ട് എന്നെ വായിലേക്ക് വെള്ളം ഊറാ. ഇനി നമുക്ക് നേരെ പോയിട്ട് മന്തി വെക്കാനുള്ള പരിപാടികൾ നോക്കാം. ഇവിടെ ഒരു 5 കിലോന്റെ മന്തിയാട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പൊ ഞാനൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. മസാലയൊക്കെ ഇവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം പോയിട്ട് ചിക്കൻ ഫ്രൈക്കുള്ള മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നാണ് ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്കുള്ളത് ഞാൻ അപ്പുറത്തേക്ക് ഉപ്പൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏട്ടോ ഫ്രൈ ആക്കുന്നത്. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ളതിലേക്കും നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. മസാലയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് ഇമ്മ അപ്പുറത്ത് കിടന്നിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിനയിലും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ ഒന്നുകൂടെ എന്നതൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി വാർത്തെടുക്കുക കേട്ടോ. എനിക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് പാകം ചെയ്തെടുക്കലാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ വരുമ്പോഴേക്കും ഉമ്മയും ഉമ്മമ്മയൊക്കെ പാടെ എന്താക്കും, സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ മേലേക്ക് ഞാൻ എന്താക്കും, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ദമ്മാക്കി വെക്കുക ചെയ്യാം. അതും സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ വെറൈറ്റി ആക്കിയിട്ട് ഈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു കടായിയുടെ മോഡലൊക്കെ ആയിട്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചവരൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും എനിക്ക് വല്ലാണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കാം, ഇനി അപ്പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ബിരിയാണി മന്തിയൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിൽ വെച്ചിട്ടാണ് ഞാനത് കുക്കൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞത് ഫർണിച്ചർ ഉണ്ട്, അതിനെക്കൊണ്ട് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഉമ്മ അവിടെ തന്നെയാണ് ആക്കിയത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇവിടുത്തെ ക്ലീനിങ് ആണ് ഇനി മെയിൻ ആയിട്ടുള്ളത്. രാവിലത്തെ ഇവിടുത്തെ ചായപരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് അപ്പുറത്തേക്ക് ഓടുകയാണ് ചെയ്തത്. ഇനി ഇവിടെ മൊത്തം അടിക്കലും പിടിക്കലും തുടക്കലൊക്കെ ആണ് കേട്ടോ. അപ്പം പുറത്ത് മഴ ആയതിനെ കൊണ്ടാണ് നമ്മൾ അകത്ത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. കിച്ചണിലുള്ള ടേബിളും കൂടെ നമ്മൾ ഹാളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അവിടെ ഒരു 3-4 ട്രിപ്പാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്ലീനിങ് മൊത്തം കഴിഞ്ഞ് ഇനി എല്ലാവരും വരുമ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം.
എല്ലാം ടേബിളിൽ നിരത്തി വെച്ചപ്പോൾ എന്താ ഭംഗി കാണാൻ. അപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും മുഖമൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അവർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തിരക്കിനിടയിൽ അതും ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരു ഭാഗത്ത് മക്കള് കഴിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് വലിയവര് കഴിക്കുന്നുണ്ട്, ചെറിയ ചെറിയ പൊടിമക്കള് കിച്ചണിൽ വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ആശ്വാസത്തില് എന്താ പറയാ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നാത്തുമാരും അമ്മായിയുടെ മരുമക്കളും എല്ലാവരും കൂടി എനിക്ക് സഹായിച്ചു തരാം കേട്ടോ, ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ. ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങോട്ടേക്കൊക്കെ പോയി. അപ്പം എന്താ വീട് മൊത്തം ശൂന്യായിട്ടോ. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബാക്കി ഇരിപ്പുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി നാളെ ചോറൊന്നും വെക്കണ്ട. അപ്പം അങ്ങനത്തെ കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഇതെന്താന്ന് വെച്ചാല് സൽക്കാരത്തിന് വന്നിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ആണ്. അപ്പൊ എല്ലാരും കൊണ്ടുപോയി ബാക്കിയുള്ളത് ഇവിടെ വെച്ചതാട്ടോ. ഇനി ചെമ്പും ചെനക്കൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. അപ്പുറത്ത് ഇതാ വീട് തറവാടാട്ടോ. അപ്പം അവിടെ ഫർണിച്ചറിന്റെ എന്താ പറയാ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ ഈ കൂട്ടില് ഒരാളുണ്ട്, മുട്ട വിരിഞ്ഞ് കാത്തിരിക്കുകയാണ്. പുറത്തേക്കൊന്നും വല്ലാണ്ട് വിടാറില്ല കേട്ടോ. ഫുഡൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കാറാണ് പതിവ്. ഇനി നമ്മുടെ മുയൽ കുട്ടന്മാരെ പോയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ബിരിയാണി മന്തിയൊക്കെ അവരും ഫുള്ള് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് നിന്നോട് പറഞ്ഞോണ്ടിരിക്ക. എന്താ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മുയൽക്കുട്ടന്മാരെ. ഇനി നമ്മൾ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു.